സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്രൻ തന്ന ക്രിസ്തുയായി തീരട്ടെ. എനിക്കേറെ വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, തിരുവചനത്തിൽ നിന്ന് ഒരു മുഹൂർത്തം നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 34 തുടങ്ങി 40 വരെയുള്ള തിരുവചനങ്ങൾ സദൂക്കയരുടെ ഒരു ചോദ്യമാണ്. ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി ഇതാണ്: നിങ്ങൾ നിയമത്തിൽ ഇത് വായിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക, നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കുക. എല്ലാ നിയമവും എല്ലാ പ്രവാചകന്മാരും ഈ 2 കൽപ്പനകളിലെ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈശോയിലെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൃപാവരം നമുക്ക് ഇറക്കിത്തരുന്ന കോവണിയാണ് സ്നേഹം. നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തിക്കാനും നമ്മുടെ കരങ്ങളിലൂടെ സഹോദര സ്നേഹത്തിൻ്റെ വെളിച്ചം പകരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ മനസ്സുകളുടെ അസ്വസ്ഥത നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ദുഃഖങ്ങൾ നീ കാണുന്നു, ഞങ്ങളുടെ കരച്ചിലെ നീ കേൾക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ നിന്റെ മുൻപിലാണ്. പക്ഷേ കർത്താവേ, നീ ഞങ്ങൾക്ക് കരം തരാത്തത് ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കത്താത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ കരങ്ങളിൽ സഹോദര സ്നേഹത്തിൻ്റെ ചിറകുകളില്ലാത്തത് കൊണ്ടാണ്. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെക്കുറിച്ച് മനസ്താപത്തോടുകൂടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ പ്രവഹിക്കണമേ. നിന്നെ സ്നേഹിക്കാൻ, നിനക്ക് വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൗരോഹിന്റെ കൃപയിൽ നീ ഞങ്ങൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെ അനുഗ്രഹം, നിന്റെ കുരിശിൻ്റെ വലിയ രക്ഷയുടെ ഫലമായിട്ട് നീ ഞങ്ങൾക്ക് നൽകുന്ന വലിയ കൃപയുടെ അഭിഷേകം നിന്റെ മക്കൾക്ക് നൽകണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയമുള്ളവരെ, പുതിയ പെന്തക്കോസ്ത എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 47-ാം സങ്കീർത്തനം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന് മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് കടന്നു വരേണ്ടത് ആനന്ദത്തോടെ ആയിരിക്കണം. വാടിയ മുഖമോ തളർന്ന മനസ്സോ ദൈവമക്കൾക്ക് ആവശ്യമില്ല എന്ന് ഈ വചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും, നമ്മളെ വേദനിപ്പിക്കുന്ന എല്ലാ നൊമ്പരങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാം മറന്ന് നമ്മൾ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഹൃദയം തുറന്ന് പാടി ആരാധിക്കുക. കർത്താവിന്റെ കരബലം നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ പ്രബലപ്പെടുകയാണ്. ഓ ജീസസ്, കർത്താവെ മഹത്വത്തോടെ പ്രവർത്തിക്കണമേ. മാതാപിതാക്കളും മക്കളും
സഹോദരി സഹോദരങ്ങളെല്ലാം കുടുംബമായി ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചേർന്ന് പാടുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ നമ്മുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയമാണ്. എല്ലാ മക്കളും ഒരിക്കൽ കൂടി ചേർന്ന് പാടി. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ശക്തിയോടെ കർത്താവിന്റെ ഹല്ലേലൂയ. കരബലം പൂർണ്ണമായി എല്ലാ വെളിപ്പെടും, ബന്ധനക്കെട്ടുകളെ മഴിച്ചു മാറ്റണമേ. എല്ലാ മക്കളും അനുഗ്രഹിക്കുന്നതാകട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ആഗ്രഹിച്ചു പാടിയേ. ജീവിക്കുന്ന ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിയടിച്ച് ജനതകൾ തിരുസഭ ഉണരട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. എല്ലാവരും ഒരുമിച്ച് പാടി. തിരുസഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കേട്ടിടട്ടെ. എന്നും ജീവിക്കുന്ന ഹല്ലേലൂയ, 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 യേശുവിന്റെ ഹല്ലേലൂയ. ജനതകൾ കേട്ടിടട്ടെ. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തും. മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ശക്തി ഇതാ നമ്മുടെ ഭവനങ്ങളിലേക്ക് അഭിഷേകമായി പരിശുദ്ധാത്മ പകരുകയാണ്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കേ. മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ, മക്കൾ പ്രാർത്ഥിക്കട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കട്ടെ, കുടുംബം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി കത്തിപ്പടരണമേ. ഓരോ കുടുംബങ്ങളിലും മഹത്വത്തോടെ വരണമേ. പാപബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. രോഗബന്ധനത്തിന് മുഖങ്ങൾ ഒടിക്കണമേ. ശാപ കെട്ടുകൾ പരിശുദ്ധാത്മാവേ പിഴുതു മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. തലമുറകളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. തലമുറകളിലെ കെട്ടുകൾ പൊട്ടട്ടെ. സകല ബോണ്ടേജുകളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക മക്കളെ. സ്വരമുയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കേ. യേശുവേ, അത്ഭുതത്തിന്റെ ദൈവമേ, അഭിഷേകം ചെയ്യുന്ന കർത്താവേ, വിശുദ്ധീകരിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുത്തെ അഭിഷേക കരം നീട്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രബലപ്പെടട്ടെ. എല്ലാം മറന്ന് ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. Come, Holy Spirit, fill Holy Spirit, move, move. ഓരോ കുടുംബങ്ങളിലേക്ക്, ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലേക്ക്, ജനകോടികളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, ജനഫലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ ചലിക്കുക, ചലിക്കുക, ചലിക്കുക. Move. Hallelujah, 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 hallelujah. ആബാപിതാവേ, പരിശുദ്ധാത്മാവിനാ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ എല്ലാ ദൈവമക്കളെയും അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലങ്ങളെ കുറിച്ചാണ്. റിസൾട്ട് ഓഫ് പ്രയർ. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്?
പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ എന്താണ് നടക്കുന്നത്? പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ എപ്രകാരമാണ് കർത്താവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത്? നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, പ്രിയ ദൈവമക്കളെ, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. അതിനാൽ കർത്താവേ, അവരുടെ ഭീഷണികൾ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ആദിമ സഭയിലെ ശിഷ്യസമൂഹം പ്രാർത്ഥിച്ച വളരെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് ഈ വചനത്തിലൂടെ നമ്മൾ കണ്ടത്. സുവിശേഷ വേളയിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ അപ്പോസ്തലന്മാർ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ നേരെ ഉണ്ടാവുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് നേരെ ഒരുപാട് വെല്ലുവിളികൾ മാനുഷിക ശക്തികളും തിന്മയുടെ ആധിപത്യങ്ങളും ഉയർത്തുകയാണ്. എന്നാൽ അവർ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമേ. 31-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ഈ വചനത്തിൽ നിന്നാണ് പ്രാർത്ഥനയുടെ റിസൾട്ട് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. 3 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. 1, അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. 2ാമത് അവിടെ വെളിപ്പെടുത്തുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. 3ാമത് അവർ ധൈര്യപൂർവം വചനം പ്രഘോഷിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 3 കാര്യങ്ങൾ. അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ കുലുക്കങ്ങൾ ഉണ്ടാവും. ഇത് വെറും ഭൂമി കുലുക്കമല്ല. അതിന് കാരണമുണ്ട്. അവിടെ പ്രാർത്ഥിച്ച വ്യക്തികളുടെ കൈകാലുകൾക്കോ ശരീരത്തിനൊന്നും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ കുലുക്കം എന്താ? ഇത് വെറും ഭൂമി കുലുക്കമല്ല. ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അവർ പ്രാർത്ഥിച്ചിരുന്ന കൂട്ടായ്മയിലേക്ക്, അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്ഥലത്തിലേക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ ശക്തി ഇറങ്ങി. കർത്താവിന്റെ മഹത്വം ഇറങ്ങി. കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിന്റെ ശക്തിയാൽ അവിടെ വലിയ കുലുക്കമുണ്ടായി. പ്രിയ സഹോദര സഹോദരി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു അനുഭവം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതങ്ങൾ കുലുങ്ങുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കർത്താവിന്റെ മഹത്വമേറിയ അഭിഷേകത്താൽ നമ്മുടെ കുടുംബങ്ങൾ കുലുങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത് ദൈവശക്തിയുടെ പ്രകടനമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ദൈവശക്തി പ്രകടമാകും. ദൈവശക്തി പ്രകടമാകും. വെളിപാടിന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. സ്വർഗത്തിൽ ഓരോ ദൂതന്മാർക്കും ഓരോ ദൗത്യമാണുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ പരിശുദ്ധ ത്രിത്വം ഒരു ദൂതനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വചനം പറയുകയാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കപ്പെടാനായി ധാരാളം പരിമള ദ്രവ്യം ഈ ദൂതനെ നൽകപ്പെട്ടു. ഈ ദൂതൻ എന്താ ചെയ്യുന്നത്? വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഈ പരിമള ദ്രവ്യവും ഉയർന്നു. ഈ സമയത്ത് അവിടെ ഉണ്ടായ വലിയൊരു സംഭവത്തെ കുറിച്ച് യോഹന്നാനിലേക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 5-ാമത്തെ വചനം, ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിൽ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സംഭവിക്കണേ. ഇത് സ്വർഗത്തിന്റെ മറുപടിയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും കർത്താവിന്റെ അഭിഷേകം ഇറങ്ങുന്നതായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്.
നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ആ പ്രാർത്ഥനകള് ദൈവസന്നിധി സമർപ്പിക്കുവാനായി അവിടെ സ്വർഗത്തിലൊരു ദൂതനുണ്ട്. ഈ ദൂതൻ എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ചതിന് ശേഷം ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് ആ പ്രാർത്ഥനയെല്ലാം നിറച്ച് അത് തിരിച്ച് ഭൂമിയിലേക്ക് എറിയുകയാണ്. എറിയുന്ന സമയത്ത് എന്തുണ്ടാകുന്നു? അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷവും മിന്നൽ പിണറുകളും ധാരാളമായി ഉണ്ടായി. ഭൂമി കുലുക്കവും ഉണ്ടായി. അവിടെ ഭൂമി കുലുങ്ങുകയാണ്. ഇതാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ സംഭവിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, പ്രാർത്ഥിച്ചപ്പോ ഒരു ശക്തി നിറയുന്ന അനുഭവം ഉണ്ടായി. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വാ, 16-ാം അധ്യായം 25-ഉം 26-ഉം വചനങ്ങളിൽ കാണാൻ പറ്റും. അവിടെ പൗലോസ്ലീഹായും ശീലാസും ഫിലിപ്പി കാരാഗൃഹത്തിന് ഉള്ളറയിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുകയാ. കാലുകൾ കാമം വെച്ചിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർ ബന്ധിതരായി കിടക്കുകയാ. എന്നാൽ അർദ്ധരാത്രി ആയപ്പോൾ പൗലോസ്ലീഹായും ശീലാസും കീർത്തനം പാടി, സങ്കീർത്തനങ്ങൾ പാടി അവർ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. വചനം പറയുന്നുണ്ട്, ആ തടവറയിൽ ഉണ്ടായിരുന്ന മറ്റു തടവുകാരും ഇത് കേട്ടുകൊണ്ടിരുന്നു. 26-ാമത്തെ വചനം, 26-ാമത്തെ വാക്യത്തിൽ വചനം വെളിപ്പെടുത്തുന്നു, പെട്ടെന്ന് വിശുദ്ധ വചനത്തിൽ പ്രധാനപ്പെട്ട ഒരു തിരുവാക്യമാണ് പെട്ടെന്ന്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ വിധത്തിൽ കർത്താവ് ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം ഇടപെട്ടിട്ടില്ലേ, ദൈവം പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പോസ്തല പ്രവർത്തനം 4-ൽ ഇത് കാണാൻ പറ്റുന്നത്. അവിടെ ഭൂമി കുലുക്കമുണ്ടായി. ഇത് വെറും ഭൂകമ്പമല്ല, സ്വർഗത്തിന്റെ ബോംബുകള് ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് എറിയുകയാണ്. ഒരു വലിയ ബോംബിംഗ് നടക്കുകയാണ്. ഈ ബോംബിംഗിൽ ഇതാ ഫിലിപ്പി കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി അവിടെ വലിയ കുലുക്കമുണ്ടാവുകയാ. ഞാൻ വീണ്ടും ആത്മാവിൽ പറയട്ടെ മക്കളെ, പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളിൽ ദൈവശക്തി കടന്നു വരും. പ്രാർത്ഥനയുടെ രണ്ടാമത്തെ റിസൾട്ട് എന്താ? അപ്പോസ്തല പ്രവർത്തനം 4:31 പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആരിലാണ് പരിശുദ്ധാത്മാവ് നിറയുന്നത്? പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ. സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടത്? അവർ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായിരുന്നു. ആദിമ സഭയിൽ എന്തുകൊണ്ടാണ് കർത്താവിന്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെട്ടത്? ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂട്ടമായി സഭയിലോട്ട് കടന്നു വന്ന് സഭ അതിവേഗം വളരുവാനുള്ള കാരണം എന്താ? ആദിമസഭയിൽ പരിശുദ്ധാത്മ ശക്തിയോടെ പ്രവർത്തിച്ചു. അതിന് കാരണം ആദിമസഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. യേശു സ്നാനമേൽക്കാൻ ജോർദാൻ നദിയിലോട്ട് വരികയാണ്. യേശു സ്നാനമേറ്റ സമയത്ത് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം വെളിപ്പെടുത്തുന്നു, സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അപ്പോ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ സഭാ മക്കൾക്ക് കർത്താവ് നൽകുന്ന ഒരു പ്രധാന മെസ്സേജ് ഇതാണ്: പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടത്? അന്ധന്മാർ കണ്ടു, ചെകിടന്മാർ കേട്ടു. നമ്മൾ പലപ്പോഴും പറയും, ഈശോ ദൈവമല്ലേ, ഈശോ ദൈവപുത്രനല്ലേ, പിന്നെ എങ്ങനെ വെളിപ്പെടാതിരിക്കുക? തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ തന്റെ ദൈവത്വം ഒരിക്കലും കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വെളിപ്പെട്ടു? അതിനുള്ള ഉത്തരം മാർക്കോസിന്റെ സുവിശേഷം 1:35 വചനം പറയുന്നുണ്ട്. യേശു അതിരാവിലെ എഴുന്നേറ്റ് അവനൊരു വിജന പ്രദേശത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. യേശുവിന്റെ അഭിഷേകത്തിന്റെ രഹസ്യം എന്തായിരുന്നു? ഈശോ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എപ്പോഴും തന്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു ഈശോ. ദൈവമക്കളെ, പ്രാർത്ഥനയുടെ രണ്ടാമത്തെ റിസൾട്ട് അതാണ്: പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പ്രിയ മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തി കൈവിരിച്ച്
ദൈവം ദാനമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ പൂരിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിന്? അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ. മൂന്നാമത്തെ റിസൾട്ട് എന്താണ്? അവർ ധൈര്യപൂർവം ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചു. യേശു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 10:2 അവിടെ കർത്താവ് പറയുകയാണ്, വിളവധികം വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകരെ കർത്താവ് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് ഉയർത്തും. ഇപ്പോൾ ആയിരിക്കുന്ന ശുശ്രൂഷകർക്ക് ധൈര്യത്തോടെ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറ്റും. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ധൈര്യം വെളിപ്പെടും. പരിശുദ്ധാത്മാവിന് വലിയ ദാനമാണ് മൈറ്റ്, ധൈര്യം. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളിൽ ധൈര്യം വെളിപ്പെടും. അവ ധീരതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. ഇതാണ് രക്തസാക്ഷികൾക്ക് പറയാനുള്ളത്. മരണത്തിന്റെ മുൻപിൽ പതറാതെ ധീരതയോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അവർക്ക് കഴിഞ്ഞതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ വലിയ ദാനമാണ് ധൈര്യം. എന്തുകൊണ്ട്? അവർ പ്രാർത്ഥിക്കുന്ന ജനമായിരുന്നു. ദൈവമക്കളെ, കർത്താവ് നൽകിയ ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. പ്രാർത്ഥനയുടെ റിസൾട്ട് മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കിയാൽ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഈ വലിയ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.